എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം സന്തോഷമുണ്ട്? कितने लोग आज खुश हैं? ഹല്ലേലൂയ. हालेलुया। നമ്മുടെ യേശു ഇന്ന് പകൽക്കാലം ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. हमारा यीशु आज यहाँ आया हुआ है। ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് യേശുവിന് ഒരു സ്വാഗതം പറയുകയാണ്. इसलिए मैं सबसे पहले यीशु का यहाँ स्वागत करना चाहता हूँ। അതുപോലെ തന്നെ ഇന്ന് പകൽക്കാലം ഇവിടെ ആയിരിക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠ ദൈവദാസന്മാർ, इसी तरह यहाँ परमेश्वर के श्रेष्ठ दास लोग जो हमारे बीच में हैं, പ്രത്യേകാൽ ഇവിടുത്തെ നമ്മുടെ പഞ്ചാബിന്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ആയിരിക്കുന്ന പാസ്റ്റർ നിർമ്മൽ സിംഗ്, खासतौर से पंजाब के स्टेट कोऑर्डिनेटर पास्टर निर्मल सिंह, അതുപോലെ തന്നെ ഇന്റർനാഷണൽ സിയോൺ അസംബ്ലിയുടെ കേരളത്തിൽ നിന്ന് കടന്നു വന്ന എല്ലാ നമ്മുടെ സുഹൃത്തുക്കൾക്കും, और इंटरनेशनल जियोन असेंबली केरला से जो हमारे मित्र लोग आए हैं, അതുപോലെ നമ്മുടെ പഞ്ചാബിലെ പാസ്റ്റേഴ്സ് ഒക്കെ ഇവിടെയുണ്ട്, അവർക്കും, पंजाब के दास लोग यहाँ पे हैं उनका, അതുപോലെ തന്നെ വേദിയിലായിരിക്കുന്ന പ്രിയ സിസ്റ്ററിനും പ്രിയ ബ്രദർ എവരിവൺ और मंच पर बैठे सिस्टर ब्रदर हर एक को അവർ മേരെ ഭായ് പാസ്റ്റർ വിൽസൺ, അതുപോലെ തന്നെ ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും, മറ്റു ദൈവദാസന്മാർ, എത്ര ദൈവദാസന്മാർ ഇവിടെയുണ്ട്? और आए सारे परमेश्वर के दास लोग, कितने परमेश्वर के दास लोग यहाँ पर हैं? ഹല്ലേലൂയ. हालेलुया। आप सबको എല്ലാവർക്കും സ്വാഗതം അറിയിക്കുന്നു. आप सबका स्वागत। ഹല്ലേലൂയ. हालेलुया। ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗം എനിക്കറിയാം. കേരളത്തിലാണെങ്കിൽ आज के मनन के लिए एक वचन, अगर मैं एक बात जानता हूँ, अगर केरला में होते വചന ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂർ നമ്മൾ പറയും. तो सेवकाई, वचन की सेवकाई कम से कम 1-1.5 घंटा चलती है। ഞാൻ അത്രയുമൊന്നും ഇവിടെ പറയത്തില്ല. मैं इतना नहीं बोलूंगा यहाँ। ഞാനത് പറഞ്ഞപ്പോൾ തന്നെ ചിലരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണം. वो അയ്യോ, 1-1.5 घंटा सुनते ही कई लोग आपस में इधर उधर देखने लग गए हैं कि पता नहीं। അത്രയൊന്നും ഞാൻ പറയത്തില്ല. കൂടി പോയാൽ ഒരു 30 to 40 minutes. नहीं, उतना लंबा नहीं जाऊंगा, ज्यादा से ज्यादा 30-40 मिनट। അതുപോലെ തന്നെ പക്ഷെ എനിക്ക് വളരെ സന്തോഷം തോന്നി ഇവിടെ കടന്നു വന്നപ്പോൾ, നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നത് കണ്ടപ്പോൾ. पर मैं जब यहाँ पर आया, आप लोग जब प्रभु की आराधना कर रहे थे, उसे देखकर मुझे बहुत अच्छा लगा। ആരാധിക്കുമ്പോൾ എത്ര പേർക്ക് സന്തോഷം ലഭിച്ചു ഇന്ന് പകൽക്കാലം? आज की आराधना में कितनों को प्रभु ने आनंद से भरा। വളരെ മനോഹരമായി സിസ്റ്ററും ബ്രദറും ഒക്കെ നമ്മളെ ആരാധനയിൽ ലീഡ് ചെയ്തപ്പോൾ എത്ര പേർക്ക് ദൈവത്തിന്റെ സാന്നിധ്യം എന്ന പകൽക്കാലം ഇവിടെ അനുഭവിക്കുവാൻ കഴിഞ്ഞു? सिस्टर और ब्रदर ने कितनी खूबसूरत तरीके से आराधना में जब हमारी अगुवाई की, कितनों ने प्रभु की उपस्थिति को महसूस किया। ഹല്ലേലൂയ. हालेलुया। ഒരിക്കൽ കൂടി എനിക്ക് പഞ്ചാബിലെ ഹാലേലൂയ എന്ന് കേൾക്കണം. കഴിഞ്ഞ വർഷം നമ്മുടെ കൺവെൻഷന് പഞ്ചാബിൽ നിന്ന് ചില ദൈവദാസന്മാർ കടന്നു വന്നു. അപ്പോൾ അവർ അവിടെ വന്ന് പഞ്ചാബിലെ ഹാലേലൂയ, നമ്മളൊക്കെ കേരളത്തിൽ ഹാലേലൂയ എന്നേ പറയത്തുള്ളൂ. हमारे वहाँ पिछले साल कन्वेंशन में पंजाब से परमेश्वर के उस दास लोग आए। केरला में जब हालेलुया बोलते तो इतना ही सुनता है हालेलुया, पर आज मुझे പഞ്ചാബിൽ അങ്ങനെയല്ല, ഹാലേലൂയ ഹാലേലൂയ ഹാലേലൂയ. ഖുശു അതിൽ എത്ര പേർക്ക് സന്തോഷമായി? कितने लोग खुश हैं? ഹല്ലേലൂയ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 41-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. आज के मनन के लिए मरकुस 1:41 हम पढ़ेंगे। मरकुस 1:41। उसने उस पर तरस खाकर हाथ बढ़ाया और उसे छूकर कहा, मैं चाहता हूं तू शुद्ध हो जा। യേശു മനസ്സലിഞ്ഞു, यीशु ने तरस खाया, കൈ നീട്ടി हाथ बढ़ाया അവനെ തൊട്ടു. और उसे छुआ। ഇന്ന് പകൽക്കാലം आज യേശു ചിലരെയൊക്കെ കൈ നീട്ടി തൊടുവാൻ ആഗ്രഹിക്കുന്നു. यीशु हाथ बढ़ाकर कुछ लोगों को छूना चाहता है। എത്ര പേർക്ക് താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ട് ഇന്ന് പകൽക്കാലം യേശുവേ എന്നെ ഒന്ന് തൊടണമേ എന്ന് പറയുവാൻ? कितने लोगों के अंदर ये इच्छा है जो ये कहने के लिए तैयार है कि यीशु आज मुझे छू? എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. मेरे अंदर ये इच्छा है। ഹല്ലേലൂയ हालेलुया। ഹല്ലേലൂയ. हालेलुया। എന്നാൽ യേശു നമ്മെ തൊടണമെങ്കിൽ, लेकिन अगर यीशु को हमें छूना है, അതിന്റെ 40-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, उसके 40वें वचन में हम देखते हैं ഒരു കുഷ്ഠരോഗി അവന്റെ അടുക്കൽ വന്നു, एक कोढ़ी उसके पास आया, മുട്ടുകുത്തി, घुटने पर बैठा നിനക്ക് മനസ്സുണ്ടെങ്കിൽ और कहा, अगर तू चाहे എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് അപേക്ഷിച്ചു. तो तू मुझे शुद्ध कर सकता है। അപ്പോൾ ആ രോഗി, അതായത് കുഷ്ഠരോഗി, तो वो कोढ़ का बीमार എന്താണ് व्यक्ति ചെയ്തത്? അവിടെ 3 കാര്യങ്ങൾ ചെയ്യുവാനിടയായി. वो 3 बातें करता है। ഒന്നാമതായിട്ട് യേശുവിന്റെ അടുക്കൽ വന്നു.
सबसे पहला काम वो यीशु के पास आया। ഹല്ലേലൂയ. हालेलुया। ഇവിടെ എത്ര പേർക്ക് യേശുവിന്റെ അടുക്കൽ പോകുവാൻ താല്പര്യമുണ്ട്? यहाँ कितने लोग यीशु के पास जाना चाहते हैं? എത്ര പേർക്ക് താല്പര്യമുണ്ട് യേശുവിന്റെ അടുക്കൽ പോകുവാൻ? कितने लोग यीशु के निकट आना चाहते ഇന്ന് हैं? പകൽക്കാലം ഞാൻ പറയട്ടെ, യാക്കോബിന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, याकूब 4:8 में इस तरह से लिखा है, ദൈവത്തോട് അടുത്ത് ചെല്ലുവേൻ, परमेश्वर के निकट जाओ എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. तो वो तुम्हारे निकट आएगा। ഹല്ലേലൂയ. हालेलुया। അപ്പോൾ യേശുവിന്റെ അടുക്കൽ വരണമെന്ന് അല്ലെങ്കിൽ എനിക്ക് യേശുവിന്റെ അടുക്കൽ പോകണമെന്ന് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ तो अगर कोई ऐसा व्यक्ति है जिसके दिल में इच्छा है कि मुझे നിങ്ങൾ यीशु के निकट മനസ്സിലാക്കേണ്ട जाना ഒരു है, കാര്യം, तो एक बात आपको समझनी है നാം അങ്ങോട്ട് അടുത്ത് ചെല്ലുന്തോറും कि जितना हम निकट जाएंगे യേശു നമ്മുടെ അടുക്കലേക്ക് വരുവാനിടയാകും. यीशु हमारे निकट എത്ര आएगा। പേർക്ക് അത് കേട്ടപ്പോൾ സന്തോഷമുണ്ട്? कितने लोगों के अंदर ये सुनकर നാം खुशी हो ദൈവത്തോട് रही है അടുത്ത് ചെല്ലണം. कि हमें प्रभु के निकट जाना है। അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഞാൻ എങ്ങനെയാണ് എന്റെ ദൈവത്തോട് അടുത്ത് ചെല്ലേണ്ടത്? शायद आप लोग सोचोगे मैं निकट कैसे जाऊं प्रभु की, ഞാനൊരു പാപിയാണല്ലോ, मैं तो एक पापी हूँ, ഞാൻ അനേക പ്രശ്നങ്ങളുള്ള ഒരു വ്യക്തിയാണല്ലോ, मैं कई मुसीबतों से घिरा व्यक्ति हूँ, എനിക്ക് മറ്റുള്ളവരെ പോലെ കഴിവുകളൊന്നുമില്ലല്ലോ. दूसरों की तरह कोई योग्यता नहीं है मेरे अंदर। പക്ഷെ നാം വായിച്ചത് ആരാണ് ഇവിടെ കടന്നു വന്നത്? ഒരു കുഷ്ഠരോഗിയാണ് യേശുവിന്റെ അടുക്കൽ കടന്നു पर हमने വന്നത്. वचन में क्या पढ़ा? कौन यीशु के पास में आया? एक कोढ़ी यीशु के पास में आया, കാരണം എന്റെ യേശുവിന് നിറവ്യത്യാസമില്ല, क्योंकि मेरा यीशु न तो रंग में എന്റെ फर्क യേശുവിന് करता है, വലിപ്പ ചെറുപ്പം വ്യത്യാസമില്ല. न ऊंचे छोटे का भेद करता ആരാണോ है। യേശുവിന്റെ അടുക്കലേക്ക് പോകുന്നത്, जो यीशु के पास आता है, ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന ആരാണോ യേശുവിന്റെ അടുക്കലേക്ക് പോകുന്നത്, यहाँ बैठने वालों में से आज जो भी यीशु के निकट അവരുടെ आएगा, അടുക്കലേക്ക് വരുവാൻ എന്റെ യേശു ഇന്ന് കാത്തിരിക്കുന്നു. उसके निकट आने के लिए मेरा यीशु आज इंतजार कर रहा है। എല്ലാവർക്കും എന്താ ഒരു സന്തോഷമില്ലാത്തത് കേട്ടിട്ട്? ये सुनकर पता नहीं खुशी सी नहीं लग रही आपके चेहरों पर। ഹല്ലേലൂയ, हालेलुया। ഹല്ലേലൂയ. हालेलुया। ദൈവവചനം നമ്മെ ശക്തിപ്പെടുത്തുന്ന വചനമാണ്. परमेश्वर का वचन हमें सामर्थ्य से भरता है। വചനം കേൾക്കുമ്പോൾ തന്നെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുവാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. और मेरी विनती है, जब आप वचन को सुन रहे हैं, सुनते समय दुआ करते ഇന്ന് रहे। പകൽക്കാലം വന്നതുപോലെ തിരിച്ചു പോകുവാനല്ല നിങ്ങൾ ഈ വണ്ടിയൊക്കെ പിടിച്ച് ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ കടന്നു വന്നത്. आज गाड़ी वगैरह पकड़कर इतनी दूर से मेहनत करके आप ऐसे नहीं आए कि जैसे आए हैं वैसे चले जाएं। ആരാധനയൊക്കെ വേണം, അതൊക്കെ ശരിയാണ്. പക്ഷെ ദൈവത്തിന്റെ വചനമുണ്ടല്ലോ, അത് ഉള്ളിൽ കിടക്കുകയാണെങ്കിൽ आराधना जरूरी है, पर परमेश्वर का वचन अगर हमारे अंदर रहता है, പിശാച് നമ്മെ പരീക്ഷിക്കുവാൻ വരുമ്പോൾ तो जब शैतान परीक्षा के लिए ആ आता है, വചനം എടുത്ത് നമുക്ക് ഉപയോഗിക്കുവാൻ കഴിയും. उस वचन का हम इस्तेमाल कर सकते हैं। അതുകൊണ്ട് വചനം നമ്മുടെ ഉള്ളിലാക്കണം. इसलिए वचन को हमें अपने अंदर रखना है। ആരാണ് വചനം? वचन कौन है? വചനം ജഡമായത് യേശുവാണ് വചനം. वचन जो देहधारी हुआ वो അതുകൊണ്ട് വചനം यीशु है। ഉള്ളിലുണ്ടെങ്കിൽ യേശു നമ്മുടെ ഉള്ളിലുണ്ടെന്നാണ്. इसलिए अगर वचन हमारे अंदर है तो इसका मतलब यीशु हमारे अंदर है। ഹല്ലേലൂയ. हालेलुया। എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3:12 നമുക്ക് ഇപ്രകാരം കാണുവാൻ സാധിക്കും. इफिसियो 3:12 में इस तरह से लिखा है, അവനിൽ ആശ്രയിച്ചിട്ട് उस पर भरोसा करके, അവങ്കലുള്ള വിശ്വാസത്താൽ उस पर विश्वास करके നമുക്ക് ധൈര്യവും हमारे अंदर हिम्मत ആ ഒരു പ്രവേശനവുമുണ്ട്. और अंदर जाने का साहस हमें मिलता है। ഹല്ലേലൂയ. हालेलुया। അതായത് നമുക്കൊന്നും ദൈവത്തിന്റെ അടുത്ത് ചെല്ലുവാൻ ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന സ്ഥാനത്ത് यानी एक समय था जब प्रभु के निकट आने की कोई योग्यता हमारे पास नहीं थी, ദൈവത്തിൽ യേശുവിൽ നാം വിശ്വസിച്ചപ്പോൾ पर जब हमने मसीह पर विश्वास किया യേശുവിന്റെ അടുക്കലേക്ക് ചെല്ലുവാൻ, तो यीशु के पास जाने ദൈവത്തിന്റെ के लिए, സാന്നിധ്യത്തിലേക്ക് ചെല്ലുവാൻ परमेश्वर की उपस्थिति में जाने के നമുക്ക് लिए ഒരു പ്രവേശനം ലഭിച്ചു. हमें एक रास्ता मिला। മത്തായി 11:28 നമുക്ക് കാണുവാൻ സാധിക്കും യേശു പറഞ്ഞത്, അധ്വാനിക്കുന്നവരും मत्ती 11:28 में हम देखते हैं यीशु कहता है, ये सब परिश्रम करने वालों ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ और बोझ से दबे हुए लोगों, എന്റെ അടുക്കൽ വരുവേൻ. मेरे पास आओ। ഹല്ലേലൂയ. എന്റെ അടുക്കൽ വരുവേൻ, मेरे पास आओ। യേശുവിന്റെ അടുക്കൽ വരുവേൻ. यीशु के യേശു पास പറഞ്ഞു, आओ। യേശുവിന്റെ അടുക്കൽ വരുവേൻ. യേശു कहता है, ഇന്ന് പകൽക്കാലം मेरे നിങ്ങൾ पास आओ। അധ്വാനിച്ച് ഭാരപ്പെട്ട് തളർന്നിരിക്കുന്ന ഒരു വ്യക്തി ജീവിതമാണെങ്കിൽ अगर आप यहाँ परिश्रम करके भार से दबे हुए बैठे ഞാൻ हैं, വചനത്തിൽ ആശ്രയിച്ച് പറയട്ടെ, ഇന്ന് പകൽക്കാലം നിങ്ങൾ യേശുവിന്റെ അടുക്കൽ വരുവേൻ. तो मैं वचन के आधार पे कहता हूँ, आज यीशु के निकट आए। യേശുവിന്റെ അടുക്കൽ വന്ന ആരെയും യേശു വെറും കൈയോടെ അയച്ചിട്ടില്ല. जो कोई यीशु के पास आया, यीशु ने कभी किसी को खाली हाथ नहीं भेजा है। അങ്ങനെ ഒന്നാമതായിട്ട്
तो सबसे पहली ആ बात, കുഷ്ഠരോഗി യേശുവിന്റെ അടുക്കലേക്ക് वो വരുവാനിടയായി. कोढ़ी यीशु के निकट आया. രണ്ടാമതായിട്ട് ആ മനുഷ്യൻ വന്ന് മുട്ടുകുത്തുവാനിടയായി. और दूसरी बात, वो आकर यीशु के सामने घुटने टिकाता है. മുട്ടുകുത്തുക, നമ്മൾ ആരുടെ മുന്നിലാണ് മുട്ടുകുത്തുന്നത്? हम किसके सामने घुटने टेकते हैं? എപ്പോഴാണ് നമ്മൾ മുട്ടുകുത്തുന്നത്? कब घुटने टेकते हैं? നമുക്കൊരു താഴ്മ വരുമ്പോൾ. जब हमारे अंदर एक नम्रता आती है. ഒരു പക്ഷേ ലോകത്ത് നാം വലിയ വലിയ ആളുകളൊക്കെ ആയിരിക്കും, നമുക്ക് നല്ല സൗന്ദര്യം കാണും, നല്ല പൈസ കാണും, എല്ലാം കാണും. शायद दुनिया में हम बड़े लोग होंगे, खूबसूरत होंगे, अच्छे पैसे वाले होंगे. പക്ഷെ ഇന്ന് പകൽക്കാലം യേശുവിന്റെ സന്നിധിയിൽ ഒന്ന് മുട്ടുകുത്തി നോക്കണം കേട്ടോ. पर आज यीशु की उपस्थिति में एक बार घुटने टेक के देखना. പണ്ടുള്ള വ്യക്തികൾ, യേശുവിന്റെ ദൈവത്തിന്റെ ദാസന്മാർ മുട്ടിന്മേൽ നിന്നാണ് അനേക കാര്യങ്ങൾ നേടിയെടുക്കുവാനിടയായത്. पहले समय के बुजुर्ग परमेश्वर के दासों ने, कईयों ने घुटने टेक कर परमेश्वर के लिए बहुत कुछ किया. നാം മുട്ടുകുത്തേണ്ടത് എവിടെയാണ്? हमें कहाँ घुटने टेकने हैं? നമ്മെ രക്ഷിപ്പാൻ കഴിയാത്ത മനുഷ്യന്റെ മുന്നിലല്ല നാം മുട്ടുകുത്തേണ്ടത്. हमें उस मनुष्य के सामने घुटने नहीं टिकाने जो हमें मुक्ति नहीं दे सकता है. ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓ മിണ്ടാതെയും പറയാതെയും ഇരിക്കുന്ന ജീവിതങ്ങളുടെ മുന്നിലല്ല നാം മുട്ടുകുത്തേണ്ടത്. उनके सामने घुटने नहीं टिकाने हैं जो ना तो बोलते हैं ना सुनते हैं. ആകാശത്തിൻ കീഴിൽ ആകാശത്തിന് ഭൂമിക്ക് മീതെ പൃഥ്വിക്ക് ഒരേ ഒരു നാമമേയുള്ളൂ നമുക്ക് മുട്ടുകുത്തുവാൻ കഴിയുന്നത്. അതിന്റെ യേശുവിന്റെ നാമമാണ്. स्वर्ग के नीचे पृथ्वी के ऊपर सिर्फ एक नाम है जिसके आगे हम घुटने ആ टिका കരങ്ങളെ सकते ഉയർത്തി हैं. वो ദൈവത്തെ ഒന്ന് यीशु का नाम സ്തുതിക്കാമോ? है. ആ കരങ്ങളെ തട്ടി ഇന്ന് പകൽക്കാലം ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. जोर से ताली ഒരേ ഒരു बजाते हुए एक बार നാമമേയുള്ളൂ प्रभु का धन्यवाद करें. सिर्फ एक ही नाम है. നമുക്ക് മുട്ടുകുത്തുവാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. सिर्फ एक ही व्यक्ति है जिसके सामने हम घुटने टेकते हैं, वो हमारा प्रभु यीशु मसीह है. യേശുവിന്റെ അടുക്കൽ കടന്നു വന്ന ആരെയും യേശു വെറുതെ അയച്ചിട്ടില്ല. അതുപോലെ തന്നെ യേശുവിന്റെ മുന്നിൽ മുട്ടുകുത്തി ആരെയും വെറും കൈയോടെ ദൈവം അയച്ചിട്ടില്ല. जो कोई यीशु के पास में आया, यीशु ने कभी उसे खाली नहीं भेजा. जिसने यीशु के सामने घुटने टिकाए, उसको यीशु ने खाली नहीं लौटाया. വചനത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 14-15 വാക്യത്തിൽ इफिसियों 5 के 14-15 में प्रेरित पौलुस लिखता है അത് നിമിത്തം कि इस कारण ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള मैं स्वर्ग और पृथ्वी के സകല കുടുംബത്തിനും हर एक परिवार के പേർ വരുവാൻ കാരണമായ नाम रखने का आधार जो है, പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. उस पिता के सामने घुटने टिकाता हूँ. അപ്പോൾ നമുക്ക് ഒരു പേർ ലഭിക്കുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിലാണ് നാം മുട്ടുകുത്തേണ്ടത്. तो उस पिता के सामने हमें घुटने टिकाने हैं जिसकी ओर से हमें नाम मिला है. ആരുമല്ലായിരുന്ന നമ്മെ हम जो कुछ नहीं थे, വിളിച്ച് വേർതിരിച്ച് हमें बुलाकर अलग किया. ദൈവത്തിന്റെ സ്നേഹത്താൽ परमेश्वर के प्रेम के द्वारा, തന്റെ ഏകജാതനായ പുത്രനായ യേശുവിന്റെ യാഗത്താൽ अपने इकलौते पुत्र यीशु के बलिदान के द्वारा നമ്മെ തിരഞ്ഞെടുത്ത് हमें चुनकर നമുക്ക് ദൈവം ഒരു പുതിയ പേർ തന്നു. परमेश्वर ने हमें एक नया नाम दिया. എന്താണ് ആ പേരെന്ന് നിങ്ങൾക്കറിയാമോ? आपको पता है वो नाम क्या है? ദൈവമക്കൾ. परमेश्वर की संतान. ഹല്ലേലൂയ. ആകയാൽ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ तो यानी परमेश्वर ने हमें अपनी संतान होने का अधिकार दिया. അടുത്തിരിക്കുന്ന വ്യക്തിയെ നോക്കി പറഞ്ഞേ, നീ ഒരു ദൈവത്തിന്റെ മകനാണ്, മകളാണ്. आपके पास में जो बैठा उसकी ओर एक बार देखकर बोलिए, आप परमेश्वर के बेटे हैं, बेटी हैं. ഹല്ലേലൂയ. हालेलुया. ലോകത്തിൽ ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും ഞാൻ ആരുമല്ല. शायद दुनिया में आपको लगता होगा मैं कुछ नहीं പക്ഷെ हूं. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം പറയുന്നു നീ ദൈവത്തിന്റെ മകനാണ്. पर आज परमेश्वर का वचन कहता है आप परमेश्वर के बेटे बेटी हैं. ഇതിനുള്ളിൽ ഇരിക്കുന്ന എല്ലാവരും, ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, നിങ്ങൾ മനസ്സിലാക്കണം, ഈ ലോകം നിന്നെ തഴഞ്ഞാലും നിന്നെ തേടി വന്ന ഒരു കർത്താവുണ്ട്. നീ ദൈവത്തിന്റെ മകനാണ്. यहाँ पर बैठे हुए सब लोगों, बाहर आवाज को सुनने वाले सब लोगों, अगर आपको दुनिया ने ठुकरा दिया है तो भी हमें याद रखना है, हमें ढूंढ कर आया हुआ एक परमेश्वर है. ഹല്ലേലൂയ. हालेलुया. അതുകൊണ്ട് നിനക്ക് സൗഖ്യം വേണമെങ്കിൽ, इसलिए अगर आपको चंगाई चाहिए, നിനക്ക് മാന്യത വേണമെങ്കിൽ, अगर आपको ऊंचाई നീ चाहिए, ആദ്യമായിട്ട് യേശുവിന്റെ അടുക്കൽ വരുവാൻ തയ്യാറാകണം. तो पहले आपको यीशु के निकट आने के लिए तैयार होना है. രണ്ടാമതായിട്ട് നീ യേശുവിന്റെ മുന്നിൽ നിന്ന് മുട്ടുകുത്തുവാൻ തയ്യാറാകണം. दूसरी बात, यीशु के सामने घुटने टिकाने हैं. മൂന്നാമതായിട്ട് ഈ കുഷ്ഠരോഗി എന്താണ് ചെയ്തത്? तीसरा काम इस कोढ़ी ने क्या किया? അവൻ യേശുവിനോട് പറഞ്ഞു, उसने यीशु से कहा, യേശുവേ, यीशु നിനക്ക് മനസ്സുണ്ടെങ്കിൽ अगर तू चाहे എന്നെ സൗഖ്യമാക്കണം. तो तू मुझे शुद्ध कर सकता है.
അവൻ പറഞ്ഞത് യേശു നിന്നെ കൊണ്ട് കഴിയുമെങ്കിൽ സൗഖ്യമാക്കണമെന്നല്ല. उसने ये नहीं कहा कि यीशु अगर तू कर सके तो मुझे चंगा कर. അപ്പോൾ മൂന്നാമതായിട്ട് അവൻ എന്ത് ചെയ്തു? അവൻ तो വിശ്വസിക്കുവാനിടയായി. तीसरी बात उसने क्या की? उसने विश्वास किया. യേശുവിന് എന്നെ സൗഖ്യമാക്കുവാൻ കഴിയുമെന്ന് അവൻ വിശ്വസിക്കുവാനിടയായി. उसने ये विश्वास किया कि यीशु मुझे चंगा कर അവൻ सकता യേശുവിന്റെ है. അടുത്ത് വന്നു. वो यीशु के पास आया. അവൻ യേശുവിന് മുന്നിൽ മുട്ടുകുത്തി. यीशु के सामने उसने घुटने टिकाए. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? യേശുവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കുവാൻ പറഞ്ഞു. उसने ये कहा, यीशु अगर तू चाहे तो मुझे शुद्ध कर ഇന്ന് सकता है. പകൽക്കാലം ഇവിടെ ഭാരത്താൽ, രോഗത്താൽ, പ്രയാസത്താൽ, വിവിധവിധമായ ഞെരുക്കങ്ങളാൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, आज अगर यहाँ पर कोई भी बोझ से, मुसीबत से, परेशानी से या किसी दर्द से भरा हुआ ഞാൻ है, വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്, तो मैं वचन के आधार पे कहना चाहता ഇന്ന് हूँ, പകൽക്കാലം ഒരിക്കൽ കൂടി യേശുവിന്റെ അടുക്കൽ നീ വരണം. एक बार फिर से आप यीशु के നീ निकट आए, യേശുവിന്റെ മുന്നിൽ ഒന്ന് മുട്ടുകുത്തണം. उसके सामने घुटने टेके എന്നിട്ട് യേശുവിൽ ഒന്ന് വിശ്വസിക്കണം. और यीशु पर भरोसा करें. ആ കുഷ്ഠരോഗി പറഞ്ഞത്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ. उस कोढ़ी ने कहा, प्रभु यदि तू चाहे. യേശുവിന് മനസ്സുള്ളത് കൊണ്ടല്ലേ നാം എല്ലാവരും ഇന്നിവിടെ ആയിരിക്കുന്നത്. यीशु के मन में എന്റെ इच्छा थी, യേശുവിന് इसलिए तो हम लोग यहाँ पर आए हैं. മനസ്സില്ലായിരുന്നെങ്കിൽ നാം എല്ലാം ഇന്നിവിടെ ആയിരിക്കുമായിരുന്നു. अगर यीशु नहीं चाहता तो क्या हम सब यहाँ आ ഹല്ലേലൂയ, पाते? ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया. എന്റെ യേശുവിന് മനസ്സുണ്ട്. मेरा यीशु चाहता है. ഹല്ലേലൂയ. आमेन. അവൻ ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്തപ്പോൾ, ഞാൻ വേഗം പറഞ്ഞു പോകുകയാണ്, അവൻ ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്തപ്പോൾ उसने जब ये 3 काम किए യേശു തുടർന്ന് എന്താണ് ചെയ്തത്? तो यीशु ने बदले में क्या किया? മർക്കോസിന്റെ സുവിശേഷത്തിൽ നാം വായിച്ചതാണ്. ഹല്ലേലൂയ. ആദ്യം വായിച്ച 40-ാം വാക്യത്തിൽ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, അവൻ യേശുവിനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ, मरकुस के जिस वचन को हमने पढ़ा उसमें आगे जब हम पढ़ते हैं, जब उसने यीशु से ये बात कही, അവൻ ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്തപ്പോൾ जब उसने ये 3 काम किए, ഒന്നാമതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും, तो सबसे पहली बात हम देखते हैं, യേശു മനസ്സലിഞ്ഞു. यीशु ने तरस खाया. ഹല്ലേലൂയ. हालेलुया. എന്റെ യേശു മനസ്സലിവുള്ള കർത്താവാണ്. मेरा यीशु तरस खाने वाला നാം परमेश्वर കാണുന്ന है. പല മനുഷ്യരും മനസ്സലിവില്ലാത്തവരാണ്. हमें दिखने वाले इंसानों में कईयों में तरस नहीं है. പലപ്പോഴും നിന്റെ കുടുംബത്തിൽ ഒരുപക്ഷെ നിന്റെ ഭർത്താവിന് മനസ്സലിവുണ്ടാവില്ല. शायद आपके परिवार में आपके पति में तरस नहीं നിന്റെ होगा, മാതാപിതാക്കൾക്ക് മനസ്സലിവുണ്ടാകില്ല. आपके माँ बाप में तरस നിന്റെ नहीं होगा, കുഞ്ഞുങ്ങൾക്ക് മനസ്സലിവുണ്ടാകില്ല. आपके बच्चों में तरस നിന്റെ नहीं होगा, അയൽക്കാർക്ക് മനസ്സലിവുണ്ടാകില്ല. आपके पड़ोसियों में നീ ഓരോ तरस नहीं होगा. അപേക്ഷകളുമായിട്ട് ചെല്ലുന്ന സർക്കാർ ഉദ്യോഗസ്ഥന് അപേക്ഷ മനസ്സലിവുണ്ടാകില്ല. आप जब कोई विनती लेकर जाते हैं सरकारी अफसर ഈ में तरस ലോകത്തിലെ नहीं होगा, കോടതിയിൽ വിധിക്കാനിരിക്കുന്ന ജഡ്ജിക്ക് ഒരു പക്ഷെ മനസ്സലിവുണ്ടാകില്ല. दुनिया की कचहरी में बैठे जज के अंदर तरस नहीं പക്ഷേ होगा. ആ കരങ്ങൾ തട്ടി ഒന്ന് പറയാമോ, എന്റെ യേശുവിന് മനസ്സലിവുണ്ട്. पर क्या आप ताली बजाते हुए कह सकते हैं कि मेरे यीशु में तरस है? ഹല്ലേലൂയ. എന്റെ ഹല്ലേലൂയ. യേശുവിന് മനസ്സലിവുണ്ട്. मेरा यीशु तरस खाता है. യാക്കോബിന്റെ പുസ്തകം 5:11 വായിക്കണ്ട, അവിടെ ഇപ്രകാരം നമുക്ക് കാണുവാൻ സാധിക്കും, കർത്താവ് മഹാകരുണയും മനസ്സലിവും ഉള്ളവനല്ലോ. याकूब 5:11 में हम देख सकते हैं कि परमेश्वर बड़ी दया करने वाला, करुणा में परमेश्वर है. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, 3 ദിവസം കർത്താവിനോട് കൂടെ നടന്ന പുരുഷാരത്തെ നോക്കിയപ്പോൾ, इसी तरह मत्ती के सुसमाचार में हम देख सकते हैं, जब 3 दिन से लोग प्रभु के पीछे थे, ये जब देखा उसने, അവർക്ക് വിശക്കുന്നുവെന്ന് കണ്ടപ്പോൾ, जब प्रभु को पता चला कि इनको भूख लगी है, വചനത്തിൽ പറയുന്നത് ഭക്ഷിപ്പാനൊന്നും ഇല്ലായ്ക കൊണ്ട് അവരെ കുറിച്ച് എനിക്ക് മനസ്സലിവ് തോന്നുന്നു. तो वचन में लिखा है कि उनके पास खाने के लिए कुछ नहीं है, मुझे उन पर तरस आ रहा है. ഹല്ലേലൂയ. हालेलुया. ഇന്ന് പകൽക്കാലം ഒരു ആത്മീയ വിശപ്പുള്ളവരോട് യേശുവിന് മനസ്സലിവുണ്ട്. जिनके अंदर एक आत्मिक भूख है, उन पर यीशु ഒരു तरस ആത്മീയ खाता है. ദാഹമുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, ദൈവം എന്റെ കർത്താവ് ഇന്ന് പകൽക്കാലം മനസ്സലിവ് കാണിക്കുന്ന കർത്താവാണ്. जिनके अंदर एक आत्मिक प्यास है, उन पर प्रभु तरस खाने वाला हालेलुया. हालेलुया. നമ്മുടെ കർത്താവ് മനസ്സലിവ് തോന്നി ഒന്നാമതായിട്ട്. तो पहला काम हमारे प्रभु ने तरस खाया, എന്നിട്ട് യേശു തന്റെ കൈ നീട്ടി. और फिर यीशु ने अपना हाथ बढ़ाया. ഒന്നാമതായിട്ട് യേശു മനസ്സലിഞ്ഞു. सबसे पहली बात, यीशु ने तरस खाया. രണ്ടാമതായിട്ട് യേശു കൈ നീട്ടി. दूसरी बात, यीशु ने
हाथ बढ़ाया। ഹല്ലേലൂയ हालेलुया। ഹല്ലേലൂയ ഹല്ലേലൂയ. പലപ്പോഴും നാം പലയിടത്തും പോയി കൈ നീട്ടാറുണ്ട്. बहुत बार कई जगह जाकर हम हाथ फैलाते हैं, പക്ഷെ മറുപക്ഷത്ത് നമ്മുടെ കരമൊന്ന് പിടിക്കാൻ ആരും ഉണ്ടാകാറില്ല. पर सामने हमारा हाथ थामने वाला कोई नजर नहीं आता है। എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, യേശുവിത നിനക്ക് നേരെ കൈ നീട്ടുകയാണ്. पर मैं आज कहना चाहता हूँ, यीशु आपकी ओर हाथ बढ़ा रहा है। യേശുവിന്ന് ചില കുടുംബങ്ങളിലേക്ക് കൈ നീട്ടുവാൻ പോകുകയാണ്. यीशु आज कुछ परिवारों में हाथ യേശുവിന്ന് बढ़ाने ചില जा रहा है। രോഗങ്ങളെ നോക്കി കൈ നീട്ടുവാൻ പോകുകയാണ്. यीशु कुछ बीमारों की ओर हाथ बढ़ाने യേശു जा ചില रहा है। ശാപങ്ങളെ നോക്കി ഇന്ന് പകൽക്കാലം കൈ നീട്ടുവാൻ यीशु പോകുകയാണ്. कुछ श्रापों की ओर हाथ बढ़ाने ഓ जा रहा है। ഹല്ലേലൂയ. ചില കള്ളുകുടി മദ്യപാനത്തിന്റെ അവസ്ഥകളിലേക്ക് യേശു ഇന്ന് പകൽക്കാലം കൈ നീട്ടുവാൻ പോകുകയാണ്. कुछ शराब और नशे के हालात की ओर यीशु आज हाथ बढ़ाने जा എത്ര रहा है। പേർക്ക് സന്തോഷമുണ്ട്? कितने लोग खुश हैं? വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. अगर आप विश्वास करेंगे तो परमेश्वर की महिमा को देखेंगे। രണ്ടാമതായിട്ട് യേശു കൈ നീട്ടുവാനിടയായി. तो यीशु ने अपना हाथ बढ़ाया। യേശു ഇന്ന് പകൽക്കാലം എങ്ങനെയുള്ള കൈയാണ് നിങ്ങൾക്ക് നേരെ നീട്ടുന്നത്? यीशु किस तरह अपना हाथ बढ़ाता है? ഹല്ലേലൂയ. ഹല്ലേലൂയ. എങ്ങനെയുള്ള കൈയാണ്? किस तरह का हाथ बढ़ाता है? കാൽവറി ക്രൂശിൽ कलवरी के क्रूस पर 2024 വർഷങ്ങൾക്ക് മുന്നിൽ 2024 साल पहले ഒരു മരത്തിന്റെ കഷ്ണത്തിൽ കുരിശുമായിട്ട് വെച്ചിട്ട് एक काट से क्रूस बनाकर, ഹല്ലേലൂയ, हालेलुया, എന്റെ യേശുവിനെ അതിൽ കടത്തി. मेरे यीशु को उस पर लटकाया എന്നിട്ട് गया 7 ഇഞ്ചിലധികം നീളമുള്ള ആണികൾ ആ തിരുക്കരങ്ങളിലേക്ക് അടിച്ചു കയറ്റുവാനിടയായി. और उसके उस पवित्र हाथों में कीलें ठोक दी गई। അതിന്റെ ഒരു ദ്വാരം അവിടെ ഉണ്ടായിരുന്നു. उस कील का एक सुराख उसके हाथ में था। ആ കരമാണ് ഇന്ന് പകൽക്കാലം യേശു നിങ്ങൾക്ക് നേരെ നീട്ടുവാൻ പോകുന്നത്. वो हाथ आज यीशु आपकी ओर बढ़ाने जा रहा है। ഹല്ലേലൂയ. हालेलुया। ഒരു നിമിഷം കണ്ണുകളൊന്ന് അടയ്ക്കാമോ? ഇന്ന് പകൽക്കാലം ഞാൻ മുന്നോട്ട് പോകുന്നതിന് മുന്നേ ഒരു നിമിഷം ഒന്ന് ഹല്ലേലൂയ അനുഗ്രഹിക്കുവാൻ പോകുകയാണ്, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. യേശു ഇന്ന് പകൽക്കാലം ചില അവസ്ഥകളിലേക്ക് കരം നീട്ടുവാൻ പോകുകയാണ്. आगे बढ़ने से पहले क्या एक पल के लिए आप अपनी आंखों को बंद कर सकते हैं? मैं आपके लिए एक बार आशीष की दुआ करना चाहता हूँ। वो यीशु कुछ लोगों की ओर आज अपना हाथ बढ़ाना चाहता है। നിങ്ങളുടെ പ്രതികൂലങ്ങൾ പ്രശ്നങ്ങൾ എന്തായാലും അതൊന്ന് മനസ്സിൽ വിചാരിച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? आपकी परेशानियां जो भी हो, आपकी मुसीबतें जो भी हो, उनको मन में याद करते हुए നിങ്ങളുടെ एक बार दुआ ആഗ്രഹം करें। എന്താണോ, നിങ്ങളുടെ ആഗ്രഹം എന്താണോ, നിങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന വിഷയം എന്താണോ, ആ വിഷയം ഒന്ന് മനസ്സിലൊന്ന് ഓർക്കാമോ? अपनी इच्छा को या जिस विषय पर इस समय आप दुआ कर रहे हैं उसको अपने मन में याद യേശു ഈ करते हुए സമയം ഒന്ന് दुआ കൈ करें। നീട്ടുവാൻ പോകുകയാണ്. यीशु उन बातों की ओर നമുക്ക് आज हाथ നാവുകളെ बढ़ाने जा തുറന്ന് रहा है। കർത്താവിനെ സ്തുതിക്കാമോ? अपना मुंह खोल करके आप यीशु നമുക്ക് की स्तुति കരങ്ങളെ कर അടിച്ച് सकते हैं। ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? ताली बजाते हुए थोड़ी देर ഹല്ലേലൂയ, प्रभु की स्तुति ഹല്ലേലൂയ, करें। ഹല്ലേലൂയ. ഓ നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ചില വിഷയങ്ങൾക്ക് നേരെ അങ്ങ് കൈ നീട്ടുന്ന കൃപകൾക്കായി നന്ദി പറയുന്ന കർത്താവേ. प्रभु आज आप कुछ समस्याओं की ओर अपना हाथ बढ़ा रहे हैं, इसके लिए हम आपको ഓ धन्यवाद देते हैं। വേദനയോടുകൂടെ കണ്ണുനീരോടുകൂടെ ഇന്ന് പകൽക്കാലം അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന അങ്ങയുടെ ദാസീദാസന്മാരെ അങ്ങ് കാണുന്നതിനാൽ നന്ദി പറയുന്ന കർത്താവേ. प्रभु आपके उन दासों और दासियों के लिए हम आपका धन्यवाद करते हैं जिनके दर्द और मुसीबतों की ओर आप अपना हाथ बढ़ा रहे हैं। ഹല്ലേലൂയ. हालेलुया। യേശു രണ്ടാമതായിട്ട് കൈ നീട്ടുവാനിടയായി. तो यीशु ने अपना हाथ बढ़ाया। മൂന്നാമതായിട്ട് യേശു എന്ത് ചെയ്തു? യേശു കൈ നീട്ടി അവനെ തൊട്ടു. तीसरा काम यीशु ने क्या किया? हाथ बढ़ाकर उसको छुआ। ഹല്ലേലൂയ, हालेलुया। ഹല്ലേലൂയ. ഹല്ലേലൂയ. എങ്ങനെയുള്ള മനുഷ്യനെയാണ് യേശു തൊട്ടത്? यीशु ने किस तरह के आदमी को छुआ? വലിയ ഒരു പുരോഹിതൻ, നല്ല വസ്ത്രങ്ങളൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് ഇവിടെ ഇരിക്കുന്ന നിങ്ങളൊക്കെ നല്ല ഒരുങ്ങിയാണ് വന്നത്. आप सब यहाँ पर जितने भी बैठे हैं अच्छे से तैयार होके सज धज के आकर बैठे हैं। നല്ല ഭംഗിയായിട്ട് മേക്കപ്പ് ഒക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ടാണ് നിങ്ങളൊക്കെ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. अच्छी तरह मेकअप वगैरह करके खूबसूरत तरीके से आए हैं। എന്നാൽ എന്റെ യേശു തൊട്ടത് ഇങ്ങനെയുള്ളവരെ അല്ല. पर मेरे यीशु ने ऐसे किसी को नहीं छुआ। ഒരു കുഷ്ഠരോഗിയാണ് തൊട്ടത്. एक कोढ़ी को छुआ, നഗരത്തിന് പുറന്തള്ളപ്പെട്ട, जिसको नगर से बाहर निकाल പഴയ दिया गया। നിയമകാലത്താണെങ്കിൽ ഞാൻ അശുദ്ധൻ അശുദ്ധൻ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ് നടക്കേണ്ട അവസ്ഥയുള്ള, पुराने नियम में ऐसे एक व्यक्ति को चिल्ला चिल्ला कर कहना पड़ता था, मैं अशुद्ध हूँ, अशुद्ध हूँ। അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് യേശു തൊട്ടത്. ऐसे एक व्यक्ति को यीशु छूता है। അങ്ങനെയുള്ള ഒരു വ്യക്തിയെ യേശുവിന് തൊടുവാൻ കഴിയുമെങ്കിൽ अगर ऐसे एक व्यक्ति को यीशु छू सकता है നമ്മളെ എത്രമാത്രം അധികം ദൈവത്തിന് തൊടുവാൻ കഴിയും? तो हमें तो वो कितना ज्यादा हाथ बढ़ाकर छू सकता हालेलुया। है। हालेलुया। ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ യേശുവിന് നമ്മെ തൊടുവാൻ കഴിയും. हमारा यीशु हमें छू ഇന്ന് सकता है. പകൽക്കാലം ചിലരെയൊക്കെ യേശു തൊടുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. आज कुछ लोगों को यीशु छूना चाहता വെറുതെ അല്ല है. ഞാൻ പറയുന്നത്. मैं ऐसे ही नहीं कह रहा हूँ. നിങ്ങൾ വിചാരിക്കും ഈ കുഷ്ഠരോഗം എന്നൊക്കെ പറഞ്ഞാൽ പഴയ നിയമകാലത്ത് മാത്രമുള്ള ഒരു കാര്യമാണെന്ന്. आपको शायद लगता होगा कि ये कोढ़ की जो बीमारी है शायद पुराने नियम में ही होती थी. എനിക്കറിയാവുന്ന ഒരു സംഭവം പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. एक घटना जिसके बारे में मुझे पता है वो बताकर मैं प्रार्थना की ओर आगे बढ़ना चाहता हूँ. കേരളത്തിലുള്ള ഒരു വിഷയമാണ്. केरल की एक घटना है, ശ്രദ്ധിച്ചു കേൾക്കണമേ. ध्यान से सुनना. ഹല്ലേലൂയ. हालेलुया. കേരളത്തിലുള്ള ഒരു വ്യക്തിക്ക് केरल में एक व्यक्ति था, തന്റെ കാലിൽ ചെറിയ ഒരു വേദന തുടങ്ങി, ഒരു മുറുക്കം പോലെ തോന്നുവാനിടയായി. उसके पैर में थोड़ा सा दर्द शुरू हुआ. उसको लगा पैर में जकड़न सी हो रही है ആ കാലിൽ ആ ചില സ്ഥലങ്ങളിലൊന്നും തൊട്ടാൽ അറിയാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി. और कुछ जगहों पर जब वो छूता था तो ऐसा लगता था कि उसे पता ही नहीं चल रहा है कि वो छू रहा है. ആ വ്യക്തി തന്റെ ഈ അവസ്ഥയും വെച്ചുകൊണ്ട് ഏകദേശം ഒരു വർഷത്തോളം ഇരുന്നു. लगभग 1 साल तक वो आदमी ऐसी हालत में रहा. അതങ്ങ് മാറിപ്പോകുമെന്ന് വിചാരിച്ചു. उसको लगा ये सब ठीक हो जाएगा. എന്നാൽ അദ്ദേഹം വീണ്ടും വിചാരിച്ചു. അത് കൂടി കൂടി വന്നപ്പോൾ ഡോക്ടറിനെ കാണുവാനായിട്ട് പോയി. लेकिन जब दिक्कत बढ़ती गई तो वो डॉक्टर से मिलने गया. ഡോക്ടർ അനേക ടെസ്റ്റുകളൊക്കെ ആ വ്യക്തിയോട് പറയുവാനിടയായി. डॉक्टर ने कई तरह की जांच करवाने के लिए कहा എന്നിട്ട് ഡോക്ടർ ആ വ്യക്തിയോട് പറഞ്ഞു, और डॉक्टर ने उस आदमी से कहा നിനക്കൊരു പക്ഷേ കുഷ്ഠരോഗമായിരിക്കുവാൻ സാധ്യതയുണ്ട്. शायद ऐसा लग रहा है कि आपको कोढ़ हो सकता है. അതൊന്ന് സ്ഥിരീകരിക്കണമെങ്കിൽ पर अगर वो साबित होना है നിന്റെ കാലിൽ നിന്ന് ഏകദേശം 1 ഇഞ്ച് നീളമുള്ള ഒരു ഞരമ്പ് എടുത്തിട്ട് तो पैर में से लगभग 1 इंच लंबी नाड़ी को लेकर നീ അതുമായിട്ട് ഇന്ത്യയിൽ ഒരിടത്ത് മാത്രം അതിന് ടെസ്റ്റിംഗ് ലാബ് ഉള്ള സ്ഥലത്തേക്ക് പോകണം. उस जगह जाना होगा, उस लैब में जो भारत में सिर्फ एक ही जगह जिसकी जांच होती है. അങ്ങനെ ആ വ്യക്തി ഉടൻ തന്നെ ഡോക്ടറിനോട് ചോദിച്ചു, ഡോക്ടർ എനിക്ക് ഇങ്ങനെ ഒരു രോഗം ഇന്നത്തെ കാലത്തുണ്ടോ? तो उस व्यक्ति ने डॉक्टर से पूछा, डॉक्टर आज के जमाने में भी ऐसी बीमारी होती है? അപ്പൊ ഡോക്ടർ പറഞ്ഞു ഉണ്ട്. तो डॉक्टर ने कहा हाँ होती അതിന്റെ है. പേര് ഹാൻസൻസ് ഡിസീസ് എന്നോ അങ്ങനെ എന്തോ ആണ്. और उसका नाम हैंसन्स डिजीज बोलते हैं അതിനെ उसको आज. ലെപ്രസി എന്നാരും പറയത്തില്ല. उसको लेप्रेसी या कोढ़ कोई नहीं बोलता. ഹല്ലേലൂയ. हालेलुया. അങ്ങനെ ആ വ്യക്തി ഉടൻ തന്നെ ഡോക്ടറിനോട് ചോദിച്ചു, ഡോക്ടർ ഇത് മറ്റുള്ളവർക്ക് പകരുമോ? तो उस आदमी ने फिर अगला सवाल डॉक्टर से किया, डॉक्टर क्या ये बीमारी फैल सकती है? അപ്പൊ പറഞ്ഞു ഇല്ല. तो डॉक्टर ने कहा नहीं, ഇത് പ്രത്യേക തരത്തിലുള്ള ഒരു രോഗമാണ്, ഒരു ലെപ്രസിയാണ് വന്നിട്ടുള്ളത്. ये एक खास तरह का कोढ़ है जो तुम्हें हुआ है. നമ്മുടെ ബ്രെയിന് നമുക്ക് കൈകൾ ഉയർത്തി ഹല്ലേലൂയ പറയണമെന്ന് തോന്നുമ്പോൾ जब हमें मन होता है कि हाथ उठाकर हम हालेलुया बोले നമ്മുടെ ബ്രെയിനും നമ്മുടെ കൈയും കാലും ഒക്കെ തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള ഞരമ്പുകളുണ്ട്. तो हमारे दिमाग को हमारे हाथों से पैरों से जोड़ने वाली नसें होती हैं. ആ ഞരമ്പുകൾ ഒരു സിഗ്നൽ കൊടുക്കും. അപ്പോഴാണ് നമുക്ക് വിചാരിക്കുമ്പോൾ കൈയും കാലും ഒക്കെ അനക്കാൻ उन പറ്റുന്നത്. नसों से एक सिग्नल पहुंचता है, तब जो हम सोचते हैं वो कर पाते हैं. അങ്ങനെ ഉള്ള ഞരമ്പുകളിലാണ് നിനക്ക് ഈ അസുഖം ഉള്ളത്. उन नसों में बीमारी हुई है. ഈ അസുഖം മാറുമോ ഡോക്ടർ? और उसने पूछा, डॉक्टर बीमारी हटेगी? അപ്പോ ഡോക്ടർ പറഞ്ഞു ടെസ്റ്റിന്റെ റിസൾട്ട് വരട്ടെ. तो डॉक्टर ने कहा जो जांच हुई है उसका रिजल्ट आने दो. അങ്ങനെ ഈ വ്യക്തി ആ ഒരു ഞരമ്പിന്റെ പീസുമായിട്ട് ആ ഒരു ലാബിൽ ചെന്നു. അതിന്റെ റിസൾട്ട് വന്നു. ഡോക്ടറിന്റെ അടുത്ത് ചെന്നു. तो ये व्यक्ति लैब में गया, वहां पे जांच करवाई, उसका रिजल्ट लेकर डॉक्टर के पास അപ്പൊ आया. ഡോക്ടർ പറഞ്ഞു ശരിയാണ്, ഞാൻ വിചാരിച്ചത് ശരിയാണ്, നിനക്ക് കുഷ്ഠരോഗമാണ്. तो डॉक्टर ने कहा हाँ मेरा संदेह बिल्कुल सही निकला, आपको वही कोढ़ की बीमारी ഉടനെ അവൻ है. ചോദിച്ചു, ഞാൻ എന്റെ ഈ രോഗം മാറുമോ ഡോക്ടർ? तो तुरंत उसने सवाल किया, डॉक्टर क्या मेरी ये बीमारी दूर हो അപ്പോൾ जाएगी? ഡോക്ടർ പറഞ്ഞു നിനക്ക് ബാധിച്ചിരിക്കുന്നത് കുറച്ച് കൂടിയ ഇനമാണെന്ന് तो പറയുവാനിടയായി. डॉक्टर ने कहा आपको जो बीमारी हुई है वो थोड़ी ज्यादा घातक है. ഹല്ലേലൂയ. हालेलुया. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഇതൊരു പക്ഷേ ഇതിനെ കുറയ്ക്കുവാനൊക്കെ കഴിയും, പക്ഷേ നിന്റെ ശരീരത്തിൽ നീ ഹാൻഡിക്യാപ്ഡ് ആയി तो മാറുവാനിടയാകും. डॉक्टर ने कहा इसको थोड़ा कम तो जरूर किया जा सकता है, पर उस कोशिश में हो सकता है तू विकलांग हो जाए. നിന്റെ ശരീരത്തിൽ ഇത് പകരുവാനും നിന്റെ കൈയൊക്കെ ഇങ്ങനെയൊക്കെ നിനക്ക് തിരിക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ ആയിത്തീരുവാനിടയാകുമെന്ന് हो सकता है പറയുവാനിടയായി. ये बीमारी आपके फैल के शरीर के अंदर फैल जाए और हाथ पैर ऐसे हो जाएं जिसको अपनी मर्जी से आप मोड़ ना पाएं. ഹല്ലേലൂയ. हालेलुया. അങ്ങനെ ആ വ്യക്തി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ആ വ്യക്തി ദിനദിനം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. तो वो व्यक्ति प्रभु से दुआ करने वाला एक व्यक्ति था, वो रात दिन दुआ करता रहा. അങ്ങനെ എന്റെ യേശു ആ വ്യക്തിയെ തൊടുവാനിടയായി. और मेरे यीशु ने उस आदमी को छुआ. ചില നാളുകൾ കഴിഞ്ഞ പ്രാർത്ഥനയുടെ ഫലമായിട്ട് कुछ समय की प्रार्थना के बाद ആ രോഗം തന്റെ ശരീരം വിട്ടു वो മാറുവാനിടയായി. बीमारी उस व्यक्ति के शरीर से हट गई. ഡോക്ടറിനോട് പിന്നീട് പോയി പറഞ്ഞു, ഡോക്ടർ അടുത്ത ഒരു ടെസ്റ്റ്
എടുക്കാൻ പറഞ്ഞു. वो डॉक्टर के पास में गया, डॉक्टर ने एक और जांच करने के लिए कहा. അപ്പോൾ വീണ്ടും തന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം എടുത്തിട്ട് ഡോക്ടർമാർ വീണ്ടും ഒരു ബയോപ്സി ടെസ്റ്റ് तो നടത്തുവാനിടയായി. डॉक्टरों ने उनके शरीर का एक और हिस्सा निकालकर अगला बायोप्सी के लिए जांच के लिए भेजा. എന്നാൽ അതിന് ഇടയിൽ നടന്ന ഒരു കാര്യം, തന്റെ കാല് തനിക്ക് പൊക്കാൻ കഴിയുന്നില്ല, കാലിങ്ങനെ തൂങ്ങിപ്പോയി. पर उसके बीच में एक बात हुई, उनका जो पैर था वो उठा नहीं पाते थे, वो लटक सा गया. അത് താൻ എത്ര വിചാരിച്ചാലും തന്റെ കാല് പൊക്കാൻ തനിക്ക് കാലുള്ളതായിട്ട് അറിയാത്ത ഒരു അവസ്ഥ. कितनी भी वो कोशिश करे वो पैर ऊपर नहीं उठता है, उसको ऐसा लगता है मेरा पैर है ही नहीं. തന്റെ കാലിന്റെ പാദം പൊക്കാൻ കഴിയുന്നില്ല. पैर का हिस्सा उठा नहीं വളരെ पा रहा. വേദനിക്കുന്ന വളരെയധികം വേദന അദ്ദേഹം അനുഭവപ്പെട്ടു. और बड़ा दिल में वो दुखी हुआ. അദ്ദേഹത്തിന് രാത്രി ഉറങ്ങുവാൻ കഴിയാതെ വളരെയധികം കരഞ്ഞ രാത്രികൾ ഉണ്ടായിരുന്നു. रातों को वो सो नहीं पाता था, रातों में रोता रहता था. എന്നാൽ എന്റെ യേശു ആ വ്യക്തിയെ തൊടുവാൻ ഇടയായി. लेकिन मेरे यीशु ने उस व्यक्ति को छुआ. ഡോക്ടറിന്റെ അടുത്ത് റിസൾട്ട് കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, अगली जांच का रिजल्ट लेकर जब डॉक्टर के पास ഓ में आया तो ഇപ്പോൾ उसने നിനക്ക് कहा രോഗമില്ല, कि अब आपको वो ഇപ്പോൾ बीमारी നിനക്ക് नहीं രോഗമില്ല. है, अब वो बीमारी ഇതെങ്ങനെ नहीं है. സംഭവിച്ചുവെന്ന് എനിക്കറിയത്തില്ല. मुझे नहीं पता ये സാധാരണ कैसे हुआ. നിനക്ക് വന്ന രോഗം വരികയാണെങ്കിൽ अगर आमतौर पर ये बीमारी किसी को हो ഓ ഹാൻഡിക്യാപ്ഡ് ആയി മാറുവാനിടയാകും. तो वो विकलांग हो जाता പക്ഷേ है, ഇപ്പോൾ നിന്റെ ശരീരത്തിൽ രോഗമേ ഇല്ല. पर अभी आपके शरीर में वो बीमारी है ही नहीं. ആ വ്യക്തി ആരാണെന്നല്ലേ आप सोच रहे होंगे वो व्यक्ति कौन है. അത് ഞാനാണ്. वो आपके सामने खड़ा मैं हूँ. ഇന്ന് എനിക്ക് കാലുകൾ അനക്കാൻ പറ്റും. आज मैं पैर हिला ഞാൻ सकता ഫുട്ബോൾ हूँ. കളിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇതൊരു ഫുട്ബോൾ ഫീൽഡാണ്. मैं फुटबॉल खेलने वाला व्यक्ति था, ये फुटबॉल का एक എനിക്ക് मैदान है. കാലുകൾ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. एक समय था जब मेरे पैर ऐसे लगते थे लटक गए हैं. എനിക്കിപ്പോൾ ചാടുവാൻ കഴിയും. अब मैं उछल सकता हूँ, എനിക്കിപ്പോ മുട്ടുകുത്തി നിൽക്കുവാൻ अब കഴിയും. मैं घुटने पर बैठ सकता 8 हूँ. വർഷങ്ങൾക്ക് മുൻപേ ആ രോഗം എന്റെ ശരീരം വിട്ടു മാറുവാനിടയായി. 8 साल पहले वो कोढ़ की बीमारी मेरी जिंदगी से दूर हो गई. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എനിക്കും എന്റെ വൈഫിന് മാത്രമേ, എന്റെ ഡാഡിക്കും മമ്മിക്കും മാത്രമേ ഈ രോഗത്തെ കുറിച്ച് അറിയാവുള്ളൂ. मैंने किसी को कभी बताया नहीं, सिर्फ मुझे, मेरी पत्नी को और मेरे मम्मी डैडी को इस बात का पता था. എന്നാൽ ഇന്ന് പകൽക്കാലം ഇത് എല്ലാരോടുമായിട്ട് ഞാൻ പറയുകയാണ്, ഇത് എന്റെ സാക്ഷ്യമാണ്. पर आज सबके सामने मैं कह रहा हूँ, ये मेरी गवाही है. ഓ എന്റെ ശരീരത്തിൽ ആ കുഷ്ഠരോഗമുണ്ടായിരുന്നു. मेरे शरीर में वो कोढ़ था, എന്നാൽ യേശുവിനെ സൗഖ്യമാക്കുവാനിടയായി. पर यीशु ने मुझे चंगा किया. ആ യേശുവാണ് ഇന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. वही यीशु आज यहाँ എത്ര आया പേർ हुआ है. വിശ്വസിക്കുന്നു എന്നെയും ആ യേശുവിനെ സൗഖ്യമാക്കുമെന്ന്? कितने लोग विश्वास करते हैं कि वो यीशु आज പോരാ, मुझे भी കുറച്ചുകൂടെ चंगा ഉറച്ച് करेगा. ഹല്ലേലൂയ ആ യേശുവിനെ ഒന്ന് സ്തുതിക്കാമോ? उस यीशु की स्तुति ഓ करें. ഹല്ലേലൂയ. हालेलुया. ഞാനൊരു പാസ്റ്ററിന്റെ മകനായിട്ട് ജനിച്ച ഒരു വ്യക്തിയാണ്. मैं एक पास्टर के रूप में जन्मा हुआ व्यक्ति അപ്പോൾ हूँ. പലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട്, എല്ലാരും സാക്ഷ്യമൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിച്ചു, കർത്താവേ എനിക്ക് സാക്ഷ്യമൊന്നുമില്ലല്ലോ. पास्टर का बेटा था, दूसरे लोग जब गवाही देते मुझे लगता था कि प्रभु मुझे तो, मेरे मन में कोई गवाही है ही नहीं जीवन में. हालेलुया. हालेलुया. എന്നാൽ ദൈവം എനിക്കൊരു സാക്ഷ്യം തന്നു. നമ്മുടെ പ്രാർത്ഥനകൾ നാം ശ്രദ്ധിച്ചു വേണം പ്രാർത്ഥിക്കുവാൻ. पर प्रभु ने मुझे एक गवाही दी. जब प्रभु से दुआ करते हैं तो बहुत सोच विचार करके दुआ ഹല്ലേലൂയ. करते हैं. ദൈവം എന്നെ ഒരു കഷ്ടതയിലൂടെ കടന്നു കൊണ്ടുപോയി. उस गवाही के लिए प्रभु मुझे एक कष्ट में से लेकर गया. ഏകദേശം 3 വർഷം ഒരുപാട് കഷ്ടപ്പെട്ടു. लगभग 3 साल तक बड़ा दर्द झेला, ഒരുപാട് കഷ്ടപ്പെട്ടു. बहुत दर्द झेला. എന്നാൽ അതിന്റെ പുറത്തേക്ക് വന്നപ്പോൾ എനിക്കൊരു സാക്ഷ്യം ലഭിക്കുവാനിടയായി. पर जब उस दर्द से बाहर निकला तो एक बड़ी गवाही मेरी ഇന്ന് जिंदगी में. പകൽക്കാലം ഇവിടെ ആയിരിക്കുന്ന ആരെങ്കിലും ഒരു കഷ്ടതയിലൂടെ കടന്നു പോകുകയാണെങ്കിൽ आज यहाँ बैठा कोई व्यक्ति अगर मुसीबत में से गुजर रहा എനിക്ക് है പറയാനുള്ളത് മറ്റൊന്നുമല്ല, तो मेरे पास कहने के लिए और कुछ नहीं है. നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. आप चाहे कुछ भी करें कोई फायदा ഇന്ന് नहीं. പകൽക്കാലം യേശുവിന്റെ അടുക്കൽ ഒന്ന് കടന്നു വരാമോ? पर क्या आज आप यीशु के निकट आ सकते हैं? യേശുവിന്റെ മുന്നിൽ ഒന്ന് മുട്ടുകുത്താമോ? क्या यीशु के सामने घुटने टिका എന്നെ सकते हैं? യേശുവിൽ ഒന്ന് വിശ്വസിക്കാമോ? क्या यीशु पर विश्वास എന്നാൽ कर सकते യേശുവിന്റെ हैं? മനസ്സലിയുവാനിടയാകോ? अगर ऐसा करो എന്നാൽ तो യേശുവിനെ यीशु तरस തൊടുവാനിടയാകോ? पाएगा, वो आपको छुएगा. യേശു പറയും, എനിക്ക് മനസ്സുണ്ട്, സൗഖ്യമാകുക. और यीशु कहेगा, मैं चाहता हूँ तू शुद्ध हो जा. ഒരിക്കലും എന്റെ യേശുവിനെ സംശയിക്കരുത്. यीशु पर कभी शक न ഒരു करे. പക്ഷേ കാലത്തിന് താമസം വന്നെന്നിരിക്കാം. हो सकता है देरी हो जाए, ഒരു പക്ഷേ കഷ്ടത കുറച്ചുകൂടെ നാം വിചാരിക്കുന്നതിനെക്കാട്ട് കുറച്ചുകൂടെ മുമ്പോട്ട് പോയി എന്നിരിക്കാം. हो सकता है मुसीबत हमारी सोच से कहीं ज्यादा हो जाए. പക്ഷേ എന്റെ യേശുവിന്റെ ശക്തിയുണ്ടല്ലോ, लेकिन मेरे यीशु की सामर्थ അത് ഈ ലോകത്തിന്റെ ഏത് വൈദ്യനേക്കാളും, वो इस दुनिया के किसी भी ഈ ലോകം वैद्य തരുന്ന से, ഏത് സമാധാനത്തെക്കാളും, इस दुनिया की किसी भी शांति से, ഈ ലോകത്തെ മദ്യത്തിനോ മയക്കുമരുന്നിനോ തരുവാൻ കഴിയാത്തതിനേക്കാളും, इस दुनिया की शराब या किसी भी नशे से എന്റെ യേശുവിന് തരുവാൻ കഴിയുന്ന സമാധാനം വലുതാണ്. वो शांति बड़ी है जो यीशु देता है. ഹല്ലേലൂയ. हालेलुया. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുന്നു, ഇവിടെ ആയിരിക്കുന്ന ചില വ്യക്തികളുടെ ജീവിതത്തിൽ आज परमेश्वर का आत्मा कह रहा है, यहाँ बैठे कुछ लोगों की जिंदगी
ഇനിയും യേശുവിനോട് അടുത്തു വരുവാൻ കഴിയാത്ത ചില അവസ്ഥകളുണ്ട്. कुछ ऐसे हालात हैं जो यीशु के पास वो आ नहीं पा रहे. ചില സ്വഭാവങ്ങൾ, कुछ आदतें അത് വിട്ടുമാറുവാൻ കഴിയുന്നില്ല. वो छूट नहीं रही है. എന്നാൽ ഇന്ന് പകൽക്കാലം ഒരു തീരുമാനമെടുക്കാമോ? पर क्या आज आप एक निर्णय ഇന്ന് ले सकते പകൽക്കാലം हैं? യേശുവിന്റെ അടുക്കലേക്ക് ഒന്നുകൂടി ഒന്ന് വരാമോ? क्या थोड़ा और यीशु के निकट आ सकते എന്താണ് हैं? നമ്മയും നമ്മുടെ യേശുവിനെ തമ്മിൽ അകറ്റി നിർത്തുന്നത്? वो क्या है जिसने यीशु को और हमें दूर किया അത് है? നമുക്കറിയാം, वो हम जानते हैं, അത് ദൈവത്തിനും അറിയാം. परमेश्वर भी जानता है. ഇന്ന് പകൽക്കാലം ഒരു തീരുമാനം എടുക്കുവാൻ തയ്യാറാണോ? क्या आप एक निर्णय लेने के लिए आज तैयार हैं? സൗഖ്യം കിട്ടിയപ്പോൾ ഈ വ്യക്തി എന്ത് ചെയ്തെന്നറിയാമോ? आपको पता है चंगाई मिलने पर इस आदमी ने क्या किया? അവൻ ചാടി നടന്ന് യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ തുടങ്ങി. वो उछलते कूदते हुए यीशु के बारे में दूसरों को बताने लगा. ഹല്ലേലൂയ. हालेलुया. നമ്മെ ദൈവം വിടുവിച്ചിട്ടില്ലേ? क्या परमेश्वर ने हमें छुटकारा ഒരുപാട് नहीं दिया? പ്രാവശ്യം ദൈവം നമ്മെ വിടുവിച്ചിട്ടില്ലേ? क्या बहुत बार उसने हमें നാം എത്ര छुड़ाया പേരോട് नहीं? അതൊക്കെ പറഞ്ഞിട്ടുണ്ട്? पर कितनों को हमने बताया? ഹല്ലേലൂയ. हालेलुया. ഇന്ന് പകൽക്കാലം ഒരു തീരുമാനമെടുക്കണം. എനിക്ക് എന്റെ യേശുവിന്റെ കൂടുതൽ അടുത്തേക്ക് വരണം. आज एक निर्णय लेके मुझे यीशु के और ज्यादा निकट आना. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. हालेलुया. എത്ര പേർക്ക് സന്തോഷമുണ്ട്? कितने लोग खुश हैं? എത്ര പേർക്ക് സന്തോഷമുണ്ട്? कितने लोग खुश എന്റെ हैं? യേശുവിന്റെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ मेरे यीशु के पास में अगर आओगे വെറുതെ മടങ്ങി പോകേണ്ടി വരത്തില്ല. खाली जाना नहीं पड़ेगा, കാരണം എന്റെ യേശു ഉണ്ടല്ലോ. क्योंकि मेरा यीशु സ്നേഹത്തിന്റെ പ്രതീകമാണ്. वो प्रेम का प्रतीक है. സമാധാനത്തിന്റെ കലവറയാണ്. वो शांति का भंडार ഓ है. സൗഖ്യത്തിന്റെ ഒരു കാരണമാണ്. वो चंगाई का स्रोत है. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? हम सब अपनी जगह खड़े हो जाएंगे. ഹല്ലേലൂയ. हालेलुया. ഇപ്പോൾ നമ്മൾ ചില പാട്ടുകൾ പാടി ദൈവത്തെ ഒരു പാട്ട് പാടി ദൈവത്തെ നമുക്ക് ആരാധിക്കാം. हम एक गीत गाकर प्रभु की आराधना करेंगे. ഹല്ലേലൂയ. हालेलुया. ഇന്ന് പകൽക്കാലം ചില വിടുതലുകൾ ഈ ടെന്റിനുള്ളിൽ നടക്കുവാനുണ്ട്. आज कुछ छुटकारे इस टेंट के अंदर ഹല്ലേലൂയ. होने ചില हैं. ശാപങ്ങൾ മാറി പോകേണ്ടതായിട്ടുണ്ട്. कुछ श्राप हटने हैं. ചില രോഗങ്ങൾ എന്നെ സൗഖ്യമാക്കിയ ദൈവം ഇന്ന് പകൽക്കാലം ചില സൗഖ്യങ്ങൾ ഇതിനുള്ളിൽ ചെയ്യുവാൻ പോകുകയാണ്. मुझे चंगा करने वाला परमेश्वर यहाँ चंगाई देने जा रहा है. നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രം മതി. बस आपको विश्वास करना है. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? कितने लोग എത്ര विश्वास പേർക്ക് करते हैं? ആഗ്രഹമുണ്ട് എനിക്കൊരു സൗഖ്യം വേണം? कितने लोग चंगाई എത്ര चाहते പേർക്ക് हैं? ആഗ്രഹമുണ്ട് എനിക്കൊരു പുതിയ ആത്മാവിനെ വേണം? कितने लोग चाहते हैं कि मुझे एक नया आत्मा എനിക്കൊരു പുതിയ चाहिए, അഭിഷേകം വേണം? एक नया ഇന്ന് अभिषेक പകൽക്കാലം चाहिए. ഹല്ലേലൂയ ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ നിറയ്ക്കുന്ന എന്റെ കർത്താവ് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. जितने लोग चाहते हैं उनको भरने के लिए मेरा प्रभु यहाँ आया हुआ है. ഹല്ലേലൂയ. हालेलुया. ഒന്നുകൊണ്ടും ഭാരപ്പെടണ്ട. आपको परेशान होने की ഈ जरूरत ലോകം नहीं है. നിങ്ങളെ എത്ര തന്നെ നിന്ദിച്ചാലും ये दुनिया चाहे आपकी कितनी भी निंदा എന്റെ करे, യേശു നിങ്ങളെ മാനിക്കുവാൻ പോകുകയാണ്. मेरा यीशु आपको आदर देगा. കേരളത്തിൽ നിന്ന് ഇത്രയും ദൂരം ഇവിടെ ഞങ്ങൾ കടന്നു വന്നത് വെറുതെ പോകുവാനല്ല. केरल से यहाँ इतनी दूर हम बेकार वापस जाने के लिए नहीं आए ഹല്ലേലൂയ. हैं. ചില സൗഖ്യങ്ങൾ ഇന്ന് ഇവിടെ നടക്കുവാൻ പോകുകയാണ്. आज यहाँ कुछ चंगाइयाँ होने ചില वाली हैं. ശാപങ്ങൾ മാറുവാൻ പോകുകയാണ്. कुछ श्राप ചില हटने वाले हैं. കുടുംബങ്ങളിൽ ഹല്ലേലൂയ വഴക്കുകൾ നിൽക്കുവാൻ പോകുകയാണ്. कुछ परिवारों के अंदर झगड़े रुकने वाले हैं. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു? कितने लोग विश्वास करते ചിലരൊക്കെ हैं? ഹല്ലേലൂയ തന്റെ കുടുംബത്തിൽ നിന്ന് അടി വാങ്ങിയവർ ആരെങ്കിലും ഇവിടെയുണ്ടോ? क्या ऐसा कोई है जिसको अपने परिवार में നിങ്ങളുടെ मार കരങ്ങൾ खानी पड़ी ഉയർത്തുവാൻ हो? ഞാൻ പറയുന്നില്ല. मैं हाथ उठाने के लिए नहीं कह പക്ഷേ रहा, ഇന്ന് പകൽക്കാല ദൈവം ആ വ്യക്തിയുടെ മനസ്സ് മാറ്റുവാൻ പോകുകയാണ്. पर आज परमेश्वर उस व्यक्ति के मन को बदलने जा ദൈവം रहा है. ഇടപെടുവാൻ പോകുകയാണ്. परमेश्वर उसे छूने जा रहा ഹല്ലേലൂയ. है. എത്ര പേർ വിശ്വസിക്കുന്നു? कितने लोग विश्वास എത്ര പേർ करते हैं? വിശ്വസിക്കുന്നു? कितने लोग विश्वास എത്ര करते പേർ हैं? വിശ്വസിക്കുന്നു? कितने लोग विश्वास करते हैं? Hallelujah. Thank you, Jesus. Jesus, Abba, hallelujah. Hallelujah. Jesus, Jesus, Jesus. आप पवित्र आत्मा, आप पवित्र आत्मा, आप पवित्र आत्मा, आप पवित्र आत्मा, अपनी सामर्थ्य से भर दे, अभिषेक मुझे कर दे,